Good morning students. Yesterday we were discussing about Model Cooperative Societies Act 1991. Today we are discussing about Multi-State Cooperative Societies Act. Mainly there are three Multi-State Cooperative Societies Act. They are Multi-State Cooperative Societies Act 1984, Multi-State Cooperative Societies Act 2002 and Multi-State Cooperative Amendment Bill 2010. Firstly we are discussing about Multi-State Cooperative Societies Act 1984. First of all, what is multi-state cooperative societies? Then multi-state cooperative societies are the cooperative societies whose objects and functions spread over to several states. ഒന്നിലധികം സ്റ്റേറ്റുകളിലായിട്ട് ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാധകമാണ്. ദെൻ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ഫോം ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിസ് ആക്ട് വാസ് ഫ്രെയിംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലെജിസ്ലേഷൻ ആൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലെജിസ്ലേഷൻ്റെയും റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. Then the main aim of this act for the effective functioning of multi-state cooperative societies. Multi-state cooperative societies in the effective functioning ensure ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. Then for regulating the functions of the multi-state cooperative societies, a central registrar of cooperative societies is posted by the central government. ഇങ്ങനെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെൻട്രൽ രജിസ്ട്രാറെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യാൻ കാരണം? അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നിലധികം സ്റ്റേറ്റിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യാൻ കാരണം. Then Multi-State Cooperative Societies Act 2002. This act replaced the earlier act of 1984. 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ സ്ഥാനത്ത് വന്ന ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ദെൻ ഈ ആക്ട് എന്ന് പറയുന്നത് സിമിലർ ആക്ട് തന്നെയാണ്, എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്റ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് effective functioning of multi-state cooperative society. Then this act provide for the formation of both primary and federal cooperatives. Primary multi-state cooperative society and federal multi-state cooperative society establish ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഏതിലുണ്ടായിരുന്നു? ഈ ആക്റ്റിൽ ഉണ്ടായിരുന്നു. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ദ മെമ്പർ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ്. അതായത് പ്രൈമറി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഇൻഡിവിജ്വലിനും ഇൻസ്റ്റിറ്റ്യൂഷനും എന്താവാമായിരുന്നു? മെമ്പർ ആവാമായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ഓൺലി ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമായിരുന്നു മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലാതെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് അലൗ ചെയ്തിരുന്നില്ല. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഫസ്റ്റ് വൺ, ദ മെയിൻ എയിം ഓഫ് ദി ആക്ട് ഷാൾ ബി സെർവിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഒന്നിലധികം സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. Second one, the bylaw shall provide for the social and economic betterment of their members through self-help and mutual aid in accordance with the cooperative principles. Otherwise, they are ineligible for registration. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡിലൂടെ മെമ്പേഴ്സിൻ്റെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ബെറ്റർമെൻ്റ് ആണ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് ബൈലോയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ദേ ആർ ഇന്നെലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. ദെൻ എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ബോഡി കോർപ്പറേറ്റ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി.
That means the liability of multi-state cooperative society is limited liability ആണ്. Then no part of the fund other than net profit shall be distributed among the members. നെറ്റ് പ്രോഫിറ്റ് അല്ലാത്ത ഒരു ഫണ്ടും മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സൊസൈറ്റീസ് ഫണ്ട് ഓൺലി ഇൻ റെക്കഗ്നൈസ്ഡ് സെക്യൂരിറ്റി ഈസ് പെർമിസിബിൾ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫണ്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. Then contribution to political parties or loan to non-members or borrowing from external sources are prohibited. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തുക, നോൺ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുക, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ബോറോ ചെയ്യുക, ഇതെല്ലാം എന്ത് ചെയ്തിരുന്നു? പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു. ദെൻ പ്രൊഹിബിറ്റ് ചെയ്യുക മീൻസ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ദെൻ ആനുവൽ ഓഡിറ്റ് ബൈ റെക്കഗ്നൈസ്ഡ് ഓഡിറ്റർ ഈസ് മാൻഡേറ്ററി. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആനുവൽ ഓഡിറ്റ് ഒരു റെക്കഗ്നൈസ്ഡ് ഓഡിറ്റർ തന്നെ നടത്തണമെന്നുള്ളത് കമ്പൽസറി ആയിരുന്നു. ദെൻ സെൻട്രൽ ഗവൺമെൻറ് മേ ഡയറക്റ്റ് ഫോർ ദ സ്പെഷ്യൽ ഓഡിറ്റ് ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് സൊസൈറ്റീസ് അഫെയർസ് ആർ നോട്ട് ബീയിങ് മാനേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോഴാണ്? if it is of the opinion that the affairs of the societies are not being managed according to the cooperative principles. സൊസൈറ്റിയുടെ അഫെയർസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചല്ല നടത്തുന്ന ഒരു ഒപ്പീനിയൻ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനുള്ള ഒരു റൈറ്റും ഈ ആക്റ്റിൽ ഉണ്ടായിരുന്നു. ദീസ് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ദെൻ നെക്സ്റ്റ് വൺ, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് ഈ 2002 ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നുമില്ല, അതിന് പ്രൊസീജിയർ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. 2002 ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെയായിരിക്കണം അപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ. അങ്ങനെ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. ഇനി ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത്? അതായത് 4 കേസ് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ്, ഇൻ ദ കേസ് ദ മെമ്പേഴ്സ് ആർ ഇൻഡിവിജ്വൽ. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാത്രമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% ഫ്രം ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്. ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള 50 പേര് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. സെക്കൻഡ് കേസ്, ഇൻ ദ കേസ് ദ മെമ്പേഴ്സ് ആർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ബൈ ഡ്യൂലി ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓൺ ബിഹാഫ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 സച്ച് സൊസൈറ്റീസ് ആർ നോട്ട് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മെമ്പേഴ്സ് എങ്കിൽ ഒരേ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത 5 കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഇൻ കേസ് ദ മെമ്പേഴ്സ് ആർ അതർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ഡ്യൂലി ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സച്ച്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മെമ്പർ ആവുന്നതെങ്കിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് സൈൻ ചെയ്തിരിക്കണം. ദെൻ ഇഫ് ദ മെമ്പേഴ്സ് ആർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ, 3 ആളുകളും മെമ്പേഴ്സ് ആണെങ്കിൽ ബൈ അറ്റ്ലീസ്റ്റ് 50% ബീയിങ് ഇൻഡിവിജ്വൽ ഫ്രം ഈച്ച് ഓഫ് ദ 2 സ്റ്റേറ്റ് ഓർ മോർ. 2 അതിലധികമോ സ്റ്റേറ്റിൽ നിന്നുള്ള 50 പേര് സൈൻ ചെയ്തിരിക്കണം. ദെൻ 2 അതിലധികമോ സ്റ്റേറ്റിൽ നിന്നുള്ള ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി സൈൻ ചെയ്തിരിക്കണം. ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒന്നുമില്ല, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, ആപ്ലിക്കേഷനിൽ മെമ്പേഴ്സ് സൈൻ ചെയ്യണം. അതിൽ 4 കേസുണ്ട്. ഇൻഡിവിജ്വലാണ് മെമ്പറെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള 50 പേര് സൈൻ ചെയ്യണം. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഒരേ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത 5 കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സൈൻ ചെയ്യണം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മെമ്പറെങ്കിൽ ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സൈൻ ചെയ്തിരിക്കണം. ഇനി ഇവർ 3 ആളും കൂടി മെമ്പർ ആവുന്ന കേസാണെങ്കിൽ 2 അതിലധികമോ സ്റ്റേറ്റിൽ നിന്നുള്ള ഓരോ സ്റ്റേറ്റിൽ നിന്നും 50 പേഴ്സൺസ് സൈൻ ചെയ്യണം. 2 അതിലധികമോ സ്റ്റേറ്റിൽ നിന്നുള്ള ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി വീതം സൈൻ ചെയ്യണം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സൈൻ ചെയ്തിരിക്കണം.
നെക്സ്റ്റ് എന്താണ് ഫെഡറൽ കോപ്പറേറ്റീവ് എന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ് ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂസ് മെമ്പർഷിപ്പ് ഈസ് അവൈലബിൾ ഓൺലി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഫെഡറൽ കോപ്പറേറ്റീവ്സ്. ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2010. Based on the experience of implementation of Multi-State Cooperative Societies Act 2002, interaction and feedback received from various stakeholders including multi-state cooperative societies and recommendation made by the high-powered Committee on Cooperatives constituted by Government of India under the chairmanship of Sri S.O. Patil. അതായത് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നടത്തിയ ഇൻ്ററാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി ഫോം ചെയ്തു അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ S.O. Patil. According to S.O. Patil, Multi-State Cooperative Societies Act 2002 should be amended to keep the legislation in tune with the changing economic policies and to facilitate the multi-state cooperative society to take advantages of new and emerging opportunities. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഇക്കണോമിക് പോളിസി ഇൻകോപ്പറേറ്റ് ചെയ്യുകയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ന്യൂ ആൻഡ് എമർജിങ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടുന്ന രീതിയിലുമുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 2002 ആക്ട് അമെൻഡ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ. The Multi-State Cooperative Societies Amendment Bill was introduced in Lok Sabha on November 15, 2010. ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ 2010 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്തു. ദെൻ ദിസ് ബിൽ അമെൻഡ് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ആ ബില്ല് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ടിനെ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. As per this bill, multi-state cooperative societies may register if its main objective is to serve the interest of the members in the multiple state. Its bylaw provide for the social and economic betterment of the members in accordance with the cooperative principles. ഈ ബില്ല് പ്രകാരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ, അതായത് ഒന്നിലധികം സ്റ്റേറ്റിലെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ബൈലോയിൽ മെമ്പേഴ്സിൻ്റെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ബെറ്റർമെൻറ്റ് എൻഷുർ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം അക്കോർഡിംഗ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അങ്ങനെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇത്രയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ദെൻ 3 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആൻഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2010. അതായത് ഈ 2010 ചില അമെൻമെൻറ്റ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. 2002 ആക്ട് തന്നെയാണ് പ്രാബല്യത്തിലുള്ളത്. അതിൽ ചെറിയ അമെൻമെൻറ്റ് മാത്രമാണ് 2010 നടത്തിയിരിക്കുന്നത്. Okay, thank you.